മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങള് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കറിയാം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബുക്ക് കളക്ഷൻ ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു സമയം എനിക്ക് കിട്ടിയില്ല. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ഏതായാലും ഞാൻ ഇന്ന് പോയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിന് പോയിട്ട് ഞാൻ വന്നത് ഡ്രസ്സ് പോലും മാറ്റാണ്ട് എന്റെ പുസ്തകങ്ങളായിട്ട് ഇരിക്കുകയാണ്. അവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാ വാങ്ങിയതെന്നൊക്കെ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എറണാകുളത്ത് UC കോളേജിലായിരുന്നു അത് നടന്നത്. ഇന്ന് 1-ാം തീയതി, ജൂൺ 1 ലാസ്റ്റ് ഡേ ആണ്. അപ്പോ അവിടെ ഞങ്ങൾ പോയതിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്ലിപ്സ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരും. നമ്മൾ ഇന്ന് പുസ്തകോത്സവത്തിന് വന്നിരിക്കുകയാണ്. പുസ്തകോത്സവം എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അല്ലേ? അപ്പോൾ അതിന്റെ എറണാകുളത്ത് ഇവിടെ UC കോളേജിലാണുള്ളത്. അപ്പൊ ഇവിടെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തിയ നമ്മുടെ UC കോളേജിലെ എറണാകുളത്ത് നടത്തിയ പുസ്തകോത്സവത്തിലാണ് ഞാൻ പോയത്. പറയാതിരിക്കാൻ വയ്യ, അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. വീഡിയോസിൽ ഞങ്ങൾ കുറച്ചൊക്കെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. എത്രത്തോളം വന്നു എന്നുള്ളത് അറിയില്ല. എന്നാലും ഒരുപാടായിരുന്നു ആളുകൾ. അപ്പൊ എനിക്ക് ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മൾ എത്രയും പേരൊക്കെ വായിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഒരുപാട് പുതിയ പുതിയ എഴുത്തുകാരെ കണ്ടു, അവരുടെ പുസ്തകങ്ങൾ കണ്ടു. കുറച്ചു പേര് നമ്മളോട് നേരിട്ട് വന്ന് സംസാരിച്ചു. എല്ലാം നല്ലൊരു ഹാപ്പി ഡേ എന്ന് പറയില്ലേ, എനിക്ക് ഇന്ന് അതായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഒരുപാട് പുതിയ എഴുത്തുകാരുടെ ഞാൻ നോക്കി, വാങ്ങി. നമുക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, ഒറ്റ ഇരിപ്പിന് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് പുസ്തകങ്ങൾ, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പുസ്തകങ്ങൾ, പിന്നെ കുറെ പുതിയ പുതിയ ആളുകളുടെയൊക്കെ പുസ്തകങ്ങൾ, അങ്ങനെ കുറച്ച് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ അകത്തെ പാക്കറ്റ്. ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ചിലതൊക്കെ കവറിൽ തന്നെ കിടക്കുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെ പുസ്തകങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്രീൻ ബുക്സിൽ കയറിയപ്പം ഏതൊക്കെ പുസ്തകങ്ങളാണ് വാങ്ങിച്ചതെന്ന് പറയാം. ചില പുസ്തകങ്ങളൊക്കെ ഇതിനകത്ത് കയറൂട്ടോ. നമ്മളിപ്പോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കവർ കിട്ടില്ല. അപ്പൊ ഞാനപ്പോ അതൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം ഓരോന്ന്. അപ്പോ ഗ്രീൻ ബുക്സിന്റെ തന്നെ പണ്ട് മഹേഷ് ഹരിദാസിന്റെ ഇതാണ് എന്റെ ഫസ്റ്റ് ബുക്ക്. ഇതിന്റെ വില വന്നിട്ട് 210 രൂപയാണ്. 144 പേജസ് ആട്ടുള്ളത്. അടുത്തത് പിള്ളപ്പാറയുടെ കഥ. ഇത് C രാധാകൃഷ്ണൻ. ഇതൊരു ചെറുകഥ പോലെയാണ്. ഇതും ഗ്രീൻ ബുക്സിന്റെ തന്നെയാണ്. ഇതിന്റെ വില 180 രൂപയാണ്. 128 പേജസ് ആട്ടുള്ളത്. പിന്നെ അടുത്തത് ഓർമ്മയിലെ കടുങ്കാപ്പി, നിമ്മി PR-ന്റെ ആണ്. അപ്പോ ഇതും ഗ്രീൻ ബുക്സിന്റെ തന്നെയാണ്. 110 രൂപയാണ് ഇതിനകത്ത് വില വരുന്നത്. 72 പേജസ് ആണുള്ളത്. ഇതെനിക്ക് തോന്നുന്നു കുറെ അധികം ഈ ബുക്ക് റിവ്യൂസിലൊക്കെ വന്ന് കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ, കുറെ പേരുടെ ഒക്കെ പേജസിൽ. പിന്നെ അടുത്തത്
പത്മരാജന്റെ കഴിഞ്ഞ വസന്തകാലത്തിൽ. ഇത് ഗ്രീൻ ബുക്സിന്റെ ആണ്. 150 രൂപയാണ്. 104 പേജസ് ആണുള്ളത്. അടുത്ത ബുക്ക് നീലപ്പൊന്മാൻ, ഒരു നോവലാണ്. അനു ബാബു ആണ് ഇതിന്റെ എഴുത്തുകാരൻ. ഗ്രീൻ ബുക്സിന്റെ ആണ്. 170 രൂപയാണ്. 120 പേജസ് ആട്ടോ ഉള്ളത്. പിന്നെ വന്നിട്ട് വേറെ ഒരു ഇതിന്റെ പ്രഭാത് ബുക്ക് ഹൗസ് ആട്ടോ ഇതിന്റെ പബ്ലിഷർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ വില വന്നിട്ട് 180 രൂപയാണ്. അക്കപ്പെണ്ണ്, ഉഷാ ചന്ദ്രന്റെ അക്കപ്പെണ്ണ്. ഇത്രയും ബുക്സ് ആയിരുന്നു ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഏതെടുക്കണം? ഓക്കെ, ഇതെടുക്കാം. ബില്ലൊക്കെയാണ് അതിനകത്തുള്ളത്. കുറെ ബില്ലൊക്കെ ഉള്ളത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്നൊന്നും എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു മാൻകൈൻഡേ ഉണ്ട്. മാൻകൈൻഡ് ആണ് ഇതെല്ലാം. ഓക്കെ, മാൻകൈൻഡിൽ നിന്ന് നമ്മൾ വാങ്ങിയത് ഐറിൻ ജസീന്തയും പെർഫെക്റ്റ് എഡിറ്റും. ഇത് സ്വപ്ന ശശിധരന്റെ ആട്ടോ. ഇതിന്റെ വില 150 രൂപയാണ്. 76 പേജസ് ആണുള്ളത്. അടുത്ത പുസ്തകം പത്മരാഗമാളിക, ശ്രീനി ഇളയൂർ. മാൻകൈൻഡ് ആണിതും. 199 രൂപയാണ്. 128 പേജസ് ആണുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വില പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറച്ച് പേര് പറഞ്ഞു പുസ്തകത്തിന്റെ വില കൂടി പറയാമോ എന്ന്. അപ്പൊ അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനി അടുത്തത് മാൻകൈൻഡ് തന്നെ ലാംഗിയാണ്, നയന വൈദേഹി സുരേഷിന്റെ. ഇത് 160 രൂപയാണ്. 72 പേജസ് ആണുള്ളത്. പിന്നെ അടുത്തത് ജയലക്ഷ്മി ശ്രീനിവാസന്റെ ജുവൽ. ഇതും മാൻകൈൻഡിന്റെ ആണ്. 180 രൂപയാണ്. 103 പേജസ് ആണുള്ളത്. അടുത്തത് മാതൃഭൂമിയുടെ ആണ്. മാതൃഭൂമിയുടെ മാർച്ച് 31 കിഡ്നാപ്പ്, അമിത് കുമാറിന്റെ. ഈ പുസ്തകത്തിന്റെ വില വന്നിട്ട് 180 രൂപയാണ്. മൊത്തം 136 പേജസ് ആണ്. അടുത്തത് മരിയ വെറും മരിയ. ഇതും മാതൃഭൂമിയുടെ തന്നെയാണ്. 240 രൂപയാണ്. 206 പേജസ് ആണുള്ളത്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. എനിക്ക് എന്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബുക്കാണ് കേട്ടോ ഇത്. അടുത്ത ബുക്ക് അടുത്തത് റോബിൻ റോയുടെ ചുവന്ന കല്ലറ. ബെസ്റ്റ് സെല്ലർ ആണിത്. ഇത് 190 രൂപയാണ്. കേസിറോ പബ്ലിക്കേഷന്റെ ആട്ടോ. 136 പേജസ് ആണുള്ളത്. അടുത്തത് കോസ്മോ ബുക്സിന്റെ ആണ്. കോസ്മോ ബുക്സിന്റെ അല്ല, സോറി, ഹേമാംബിക എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതൊരു പ്രേത മാന്ത്രിക നോവലാണ്. 125 രൂപയാണുള്ളത്. 112 പേജസ് ആണുള്ളത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഒരു അഭിസാരിക പ്രേതത്തിന്റെ പൂർവജന്മ സ്മരണകൾ എന്നാണ്. ഒരു പ്രേത മാന്ത്രിക നോവൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം ഉള്ളത്. അപ്പൊ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സുനിൽ പരമേശ്വരൻ ആട്ടോ ഇതിന്റെ എഴുത്തുകാരൻ. ഞാൻ അവിടെ നോക്കിയപ്പം ഒരുപാട് പുസ്തകങ്ങൾ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഏകദേശം ഒരു മാന്ത്രിക അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുക്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എല്ലാം കണ്ടിട്ട് കവർ പേജസ് കാണുമ്പോൾ എല്ലാം അട്രാക്റ്റീവും ആണ്. നമുക്ക് ബാക്ക് സ്റ്റോറി നോക്കുമ്പോഴും ഇങ്ങനെ കാണുമ്പോഴും ഒരുപാട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് കേട്ടോ അത്. അപ്പം ഒരെണ്ണം വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ എന്തായാലും എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ട്. ഇതാണ് വേറൊരു ബുക്ക്. അടുത്ത പുസ്തകം ദുസ്വപ്നം പൂക്കുന്ന മരം, കൃഷ്ണകുമാർ മുരളീധരന്റെ ആണ്. ഇത് ലോഗോസിന്റെ ആണ് പബ്ലിക്കേഷൻ വന്നിട്ട്. 130 രൂപയാണ്. 80 പേജസ് ആട്ടോ ഇതുള്ളത്. പേജിന്റെ ബാക്ക് എങ്ങാനും കീറിപ്പോയതാണോ? എന്തോ ഒരു കീറല് പോലെ കാണുന്നുണ്ടല്ലോ. കീറലാണോന്ന് അറിയില്ല. എങ്ങനെയായാലും ഇതാണ് അടുത്ത പുസ്തകം. പിന്നെ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് എന്നെ കാണിച്ചു തന്നത്. എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. എന്റെ കുറെ നാളത്തെ വിഷ് ലിസ്റ്റിലുള്ള പുസ്തകമായിരുന്നു. അത്രയേകം ആർ രാജശ്രീയുടെ. എനിക്ക് വായിക്കണം. ഞാൻ ഒരുപാട് തവണ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് അത് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നാണ്. വളരെ സർപ്രൈസിങ് ആയിരുന്നു അത്. 450 രൂപയാട്ടോ. ഇത് മാതൃഭൂമി ബുക്സിന്റെ ആണ്. 450 രൂപയാണ്.
391 പേജസ് ആണുള്ളത്. സോറി, 391 പേജസ് ആണുള്ളത്. ആത്രേയകം വിഷ് ലിസ്റ്റിലുള്ള ഒരു ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. എന്തായാലും വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് റിവ്യൂ ഇറക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമുക്ക് നമ്മൾ എല്ലാ ബോക്സും കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഡി സിയിൽ നിന്ന് ഏതൊക്കെ ബുക്സ് വാങ്ങിച്ചു എന്നുള്ളത് മാത്രം നോക്കാം. അപ്പം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കരിക്കോട്ടക്കരി വിനോയ് തോമസിന്റെ. ഡി സി ബുക്സിന്റെ ആണ് ഇനി പറയുന്നതൊക്കെ കേട്ടോ. അപ്പൊ 199 രൂപയാണ് ഇതിന് വില വന്നിട്ട്. അതുപോലെ 143 പേജസ് ആണ് ഉള്ളത്. വിനോയ് തോമസിന്റെ തന്നെ വേറൊരു ബുക്കും കൂടി എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് വായിച്ചിട്ടില്ല. ഇനി അടുത്തത്, ഞാൻ കുറെ നാളായിട്ട് ഞാൻ എപ്പോൾ പോയാലും ഡി സി ബുക്സിൽ പോയപ്പോഴും ഞാൻ അന്വേഷിക്കാറുണ്ട് മലയാറ്റൂറിന്റെ യക്ഷിയുണ്ടോ എന്ന്. കാരണം അത്രയധികം ഫേമസ് ആണ് ഈ ബുക്ക്. എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. എങ്ങനെയാണ് മലയാറ്റൂറിന്റെ വേരുകൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇതും കൂടി ഒന്ന് എന്റെ കയ്യിൽ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. ഇനിയും വിഷ് ലിസ്റ്റിലുണ്ട് ഒരുപാട്. പുക നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ വില 230 രൂപയാണ്. ഇത് 175 പേജസ് ആട്ടോ ഉള്ളത്. 175 പേജസ്. അപ്പൊ മലയാറ്റൂറിന്റെ യക്ഷി. ഇനി അടുത്തത് ടി.ഡി. രാമകൃഷ്ണന്റെ ആൽഫ. ഇത് 160 രൂപയാണ്. 118 പേജസ് ആണ് ഉള്ളത്. അപ്പൊ ഫ്രാൻസിസ് ഇട്ടിക്കോര ഓൾറെഡി ഞാൻ വായിച്ചതാണ്. ടി.ഡി. രാമകൃഷ്ണന്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അപ്പം ഈ പുസ്തകം കൂടി ഞാൻ അങ്ങനെ കൈയെടുത്തിരിക്കുന്നു. ഇനി അടുത്തത് പ്രീമ ഫൈസി. നിഖിലേഷ് മേനോൻ ആണ് റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 250 രൂപയാണ്. ഇത് മൊത്തം 183 പേജസ് ആണ്. ഇനി അടുത്തത് എന്റെ അരുമയായ പക്ഷിക്ക് ജിസ്മ ഫൈസിന്റെ. ഇത് 199 പേജസ് 199 രൂപയാണ്. ഇതിന് പേജസ് വന്നിട്ട് 142 പേജസ് ആട്ടോ ഉള്ളത്. എന്റെ അരുമയായ പക്ഷിക്ക് ജിസ്മ ഫൈസ് ആണ് എഴുതിയിരിക്കുന്നത്. ജിസ്മ ഫൈസ്. ഇനി അടുത്തത് നീന ആറ്റിങ്ങലിന്റെ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ. ഇത് സെഡോറയാണ്. 220 രൂപയാണ്. ഇത് ടോട്ടൽ പേജസ് 158 പേജസ് ആണുള്ളത്. ഇനി അടുത്തത് റബേക്ക, രാജീവ് ശിവശങ്കറിന്റെ. ഇതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പുസ്തകമാണ്. അപ്പം 280 രൂപയാണ് ഇതിന് വന്നിരിക്കുന്നത്. ടോട്ടൽ പേജസ് 223 പേജസ് ആണ്. ഇനി അടുത്തത് KR മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ. ഈ പുസ്തകം 120 രൂപയാണ് ഇതിന് വില വന്നിട്ട്. 88 പേജസ് ആണുള്ളത്. ഇനി അടുത്തത് ബഷീറിന്റെ പാവപ്പെട്ടവരുടെ വേശ്യ. ഇത് 110 രൂപയാണ്. ഇത് ടോട്ടൽ പേജസ് 87 പേജസ് ആണ്. അതുപോലെ തന്നെ പി പത്മരാജന്റെ അടുത്തത് പ്രണയ കഥകൾ. അത് പാതയിലെ കാറ്റാണ്. പി പത്മരാജന്റെ 199 രൂപയാണ് ഇതിന്റെ വില വന്നിട്ട്. അതുപോലെ തന്നെ 144 പേജസ് ആണുള്ളത് കേട്ടോ. ഇനി അടുത്തത് രാമച്ചി, വിനോയ് തോമസിന്റെ രാമച്ചി. ഇത് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയ കൃതിയാണ്. ഒരുപാട് പേര് ഇതിനെ റിവ്യൂ ചെയ്യുന്നതൊക്കെ കണ്ടു. എനിക്ക് ഒരുപാട് താല്പര്യം തോന്നി വാങ്ങി തന്നെയാണിത്. 190 പേജസ് ആണുള്ളത്. അപ്പൊ ഇത് വന്നിട്ട് 151 പേജസ് ആണ്. 151 പേജസ് ആണ്. 190 രൂപയാട്ടോ. അപ്പൊ രാമച്ചി, വിനോയ് തോമസിന്റെ. ഇനി അവസാനത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ബുക്ക് ബഷീറിന്റെ മരണത്തിന്റെ നിഴലിൽ. അപ്പോ ഇത് 99 രൂപയാണ്. 77 പേജസ് ആണുള്ളത്. അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പുസ്തകോത്സവത്തിൽ നമ്മൾ വാങ്ങിയത്. ഒരുപാട് പുസ്തകങ്ങൾ ഇനി എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, പുസ്തകം ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെയായിരിക്കും. ഇപ്പൊ ഒരുപാട് വാങ്ങിക്കണം എന്നുണ്ടാവും. ഇത്രയും നമ്മളിപ്പം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. ഇതുപോലത്തെ പുസ്തകോത്സവത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ എല്ലാവരും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് പുസ്തകം വാങ്ങും, നമ്പർ ഓഫ് ബുക്സ് നമുക്ക് അതിനനുസരിച്ച് വാങ്ങാമല്ലോ. അതാണ് ഞാൻ ഇങ്ങനെയുള്ള പുസ്തകോത്സവം വരുമ്പോൾ ഓടിച്ചാടി പോകുന്നത്. അപ്പോ ഈ വ്ലോഗില് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് ചെറുതാണോ വലുതാണോ എന്നുള്ളത് ദൈർഘ്യം ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോ ബുക്സിന്റെയും റിവ്യൂ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റയിലായിരിക്കും. ഓക്കെ, അപ്പം ഇൻസ്റ്റ ഐഡിയും ഇത് തന്നെയാണ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂസ് അറിയാൻ പറ്റും. അപ്പോ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.
കമന്റിലൂടെ. അപ്പോ അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.